Assalamu alaikum. Welcome to my channel. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് pachamasala വരട്ടും അതിന്റെ കൂടെ കഴിക്കാൻ ഒരു moroccan ദോശയും കൂടിയാണ്. ആദ്യം നമുക്ക് ബീഫ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് 1/2 കിലോ ബീഫ്, 4 ടേബിൾസ്പൂൺ മല്ലി, അത് ജസ്റ്റ് ഒന്ന് പാനിൽ ഇട്ടിട്ട് വറുത്തെടുക്കണം, 8 പച്ചമുളക്, ഒരു തക്കാളി, 3 സവാള, 8 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, വേപ്പില, മല്ലിച്ചപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം. സവാളയും വേപ്പിലും ഒഴികെ ബാക്കി എല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുക്കണം. പേസ്റ്റ് ആക്കാൻ വേണ്ടി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നെ വേറൊരു കാര്യം, ഇതിൽ മുളക് പൊടി തീരെ ചേർക്കില്ല, വെറും പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവ് മാത്രമേ ഉണ്ടാകുള്ളൂ. പേസ്റ്റ് ആക്കിയ മസാലയും ഉപ്പും ചേർത്ത് ബീഫിൽ പുരട്ടി 1/2 അവർ മാറ്റി വെക്കുക. മസാല പുരട്ടുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബീഫ് കുക്ക് ചെയ്യാം. കുക്കറിൽ ഓയിൽ ഒഴിച്ച് സവാളയും വേപ്പിലിട്ട് വഴന്നതിന് ശേഷം നമുക്ക് മസാല തേച്ച ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്, ഇതിൽ നിന്നും തന്നെ വരും വെള്ളം. ആ വെള്ളം കൊണ്ട് തന്നെ ഇത് വേവണം. 6 വിസിൽ വരെ വേവിക്കാം. ബീഫൊക്കെ വെന്തു. ഇനി നമുക്കിത് ഒരു പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലെ വെള്ളം വറ്റി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. ഇതിൽ നാടൻ ഭക്ഷണം ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുത്ത് ഇപ്പോൾ നമ്മുടെ നാടൻ ബീഫ് വരട്ട് റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായി മൊറോക്കൻ ദോശയായ ബഗ്രീർ ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 2 കപ്പ് റവ, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ, 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു ചെറുതായിട്ട് പിങ്ക് കളർ കിട്ടാൻ വേണ്ടി 4 ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെ നീരും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ലാസ്റ്റ് ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സി അടിച്ചെടുക്കണം. ഇത് 45 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ദോശ ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കാൻ ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ദോശ റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സോഫ്റ്റായ ദോശയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.